എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് വൈകുന്നേരങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെയോ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഉറപ്പായിട്ടും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാനിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. സവാളയുടെ കൂടെ തന്നെ 2 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പച്ചമുളക് ചേർക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാള ഏകദേശം ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഒരുപാട് വേണ്ട, നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തെന്ന് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല. ഇത്രയും പൊടികൾ മാത്രമാണ് നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നമ്മുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു 1/4 കപ്പ് അളവിൽ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് മസാല നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ആ ഒരു കറക്റ്റായിട്ടുള്ള പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ ഒരു മസാല ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. മസാല നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇനിത് 2 കോഴിമുട്ട ഞാൻ ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്ലൈസായിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു ബ്രെഡ് പീസ് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള മസാല ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ബ്രെഡിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം മതി. അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. മസാല കറക്റ്റായിട്ട് ആ ഒരു ബ്രെഡിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ ചെറിയൊരു പീസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഒരു ബ്രെഡിൻ്റെ 4 സൈഡിലായിട്ടും കുറച്ച് വെള്ളം ഞാൻ ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ മറ്റൊരു ബ്രെഡും കൂടി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സാധാരണ വെള്ളം കേട്ടോ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് വെള്ളം വേണ്ട. നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിതുപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതങ്ങടെ ഫിറ്റായിട്ട് ഒട്ടിക്കിടന്നോളും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ബ്രെഡ് ഇതുപോലുള്ളൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതോ ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് വീണ്ടും സൈഡൊക്കെ നല്ല സെക്യൂറായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാനിത് ഒരെണ്ണം കൂടി കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു മുട്ടയുടെ പീസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. മുട്ടയുടെ പീസൊക്കെ ഒരുപാട് വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ ചെറുതായിട്ടുള്ളൊരു പീസ് മാത്രം മതി. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കിത് ഫില്ല് ചെയ്യാൻ നമ്മൾ കറക്റ്റായിട്ട് മുകളിൽ മറ്റൊരു ബ്രെഡ് വെച്ച് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു അളവിൽ മാത്രം മതി. ഇനി എല്ലാ സൈഡിലും ബ്രെഡിൻ്റെ 4 സൈഡിലും ഇതുപോലെ വെള്ളം കുറച്ചായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഒരുപാട് വേണ്ട, കുറച്ച് മതി കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ആകെ മൊത്തം കുതിർന്നത് പോലെയാകും. അതുകൊണ്ട് കുറച്ച് മാത്രം മതി. എന്നിട്ട് മറ്റൊരു ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ടായിട്ട് വരും. ഞാനിപ്പോൾ എൻ്റെ ഈ ബ്രെഡൊക്കെ കുറച്ചൊന്ന് ഹാർഡാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കത്തി വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ അങ്ങ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഇനി മറ്റൊരു പാത്രത്തിൽ ഇതുപോലെ ഒരു കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലുള്ളൊരു ഫോർക്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം.
അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാന് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയിലോട്ട് നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു പീസ് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാടായി പോകരുത്, കാരണം ഒരുപാടായി പോയി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് എല്ലാം മൊത്തം അങ്ങോട്ട് കുതിർന്നു പോകും കേട്ടോ. എന്നിട്ട് ഇത് പതുക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഒരു പാനിലോട്ട് ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങ് വെച്ചെടുക്കാം. തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുക, കാരണം ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡിൻ്റെ അടിവശം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. പ്രത്യേകിച്ച് മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്തായതുകൊണ്ട് അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് രണ്ട് വശവും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് മരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ ഞങ്ങളെടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ മുട്ട എല്ലാവരുടെ വീട്ടിലും എന്തായാലും എപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. പുറമേ നല്ല ക്രിസ്പിയാണ്, അതേപോലെ ഉള്ളിൽ മുട്ടയൊക്കെ വെച്ചതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള സ്നാക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഉറപ്പായിട്ടും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്തായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിമിനാസ് ഫുഡ് വേൾഡ്. ബൈ.